കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ നെല്ലിയാമ്പതി പോയ സമയത്ത് അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുള്ള സ്ഥലമായിരിക്കാം, എന്നാൽ അതിനെക്കുറിച്ച് അറിയാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളവിടെ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഈ നെല്ലിയാമ്പതി പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്ന് കണ്ടാലോ. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ നെല്ലിയാമ്പതി പറയുന്നത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിച്ചു പൊളിച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്നവർ സ്റ്റേ ചെയ്യാൻ പാകത്തിന് വരുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഒറ്റ ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അധികം തന്നെ ട്രാവലായി പോകും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രക്കിങ്ങും എല്ലാം എൻജോയ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നെല്ലിയാമ്പതിയിൽ വരുന്നത്. പോണ വഴിക്ക് തന്നെ നമ്മളെ പോത്തുണ്ടി ഡാമും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ. കാരണം പോണ വഴിക്കാണ് നമ്മുടെ പോത്തുണ്ടി ഡാമൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് റോഡ് എന്ന് പറയുന്നത് തന്നെ അടിപൊളി വ്യൂ ആണ് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. നമ്മളെ പോത്തുണ്ടി ഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പാടങ്ങളിലൂടെ നമ്മളെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊന്ന് പെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ്, എല്ലാവരുടെയും തഴുത്ത് വരുന്ന നല്ല നല്ല ഇലകളും ഒക്കെ നമുക്ക് കണ്ണിനെ കുളിർമ കാഴ്ചയാണ്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ പോയിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് ഒരുവിധ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് ഞങ്ങൾ പോകുന്നത് എന്താ പറയുക, ഒട്ടും തന്നെ ഓടി ഓടി എല്ലാ സ്ഥലവും കാണാതെ മെല്ലെ റിലാക്സ് ആയിട്ട് പോയി വരാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്ലേസിലേക്കും ഒന്നും പോകുന്നില്ല. നമ്മുടെ ഓറഞ്ച് ഫാമിലേക്കും അതുപോലെ തന്നെ ഒരു പ്ലേസിലേക്കും മാത്രമാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഈ റോഡ് സൈഡ് പോകുന്ന വഴിക്കുന്നത് ആ സൈഡിൽ നോക്കിയാൽ കാണും നമ്മുടെ പോത്തുണ്ടി ഡാമാണ് കേട്ടോ. അപ്പോൾ പോത്തുണ്ടി ഡാമിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതുകൊണ്ട് ഇപ്രാവശ്യം പോത്തുണ്ടി ഡാം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് പോകുന്നില്ല. കാരണം എല്ലാം കൂടെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കഴിയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ അത്ര സമയവും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെല്ലിയാമ്പതി കയറുമ്പോൾ താഴെ തന്നെ ഇതുപോലൊരു ചെക്ക് പോസ്റ്റ് അല്ല, ഒരു ചെറിയൊരു ഇത് ഉണ്ടാവും കേട്ടോ. അവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പറും ഫോൺ നമ്പറും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടും. ഇതുപോലെ ഇത് പൊക്കിത്തരിക. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അവിടെ കാർഡല്ലേ, അതിനകത്ത് പോയി എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോത്തുണ്ടി ഡാമും കാണാൻ കഴിയും കേട്ടോ. പക്ഷേ അവിടേക്ക് എൻട്രൻസ് ഇല്ല, അവിടെ ഗേറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ കാടിലൂടെ ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ തന്നെ നിറയെ കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും. സാധാരണ നിറയെ കുരങ്ങന്മാരെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം കുരങ്ങന്മാർ വളരെ കുറവ് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. അധികം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ടോക്കൺ എടുക്കണം. അത് അതിൻ്റെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ആ ടോക്കൺ നമ്മൾ എടുത്തിട്ട് കളയാൻ പറ്റില്ല, നമ്മളത് കയ്യിൽ തന്നെ വെക്കണം. കാരണം തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമുക്കത് അവർക്ക് കൊടുക്കാനുള്ളതാണ്. അതിന് പൈസയൊന്നും വേണ്ട കേട്ടോ, അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് കയറുന്ന സമയത്ത് അവർ JCB കൊണ്ട് ഒരു മരം മാറ്റുന്നുണ്ടായിരുന്നു. അത് മഴ പെയ്ത സമയത്ത് കളപൊഴുകി വീണതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ മലനിരകളിലുള്ള പ്രശ്നം തന്നെയാണല്ലേ. മഴ പെയ്യുന്ന സമയത്ത് ട്രാവലിംഗ് കുറച്ച് കഠിനമാണ്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു മഴക്കാറുണ്ട് എന്നാൽ ചെറിയൊരു വെയിലുണ്ട്. എന്തോ ഭാഗ്യത്തിനൊന്നും മഴയേ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ 2 വീലർ എടുത്തിട്ടാണ് പോയത്. 2 വീലറാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ എളുപ്പം കേട്ടോ. പക്ഷേ ലോങ്ങിൽ നിന്ന് വരുന്നവരൊക്കെ നിങ്ങളാണെങ്കിൽ എന്തായാലും ഒരു കാറൊക്കെ എടുത്തിട്ട് വരിക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡുകളിലായിട്ടൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. നമ്മളെ പാറയിൽ നിന്ന് മഴ പെയ്ത് കുത്തി ഒഴുകി വരുന്ന വെള്ളങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് തന്നെ അതങ്ങനെ വരികയാണെങ്കിൽ നല്ല നിറയെ വെള്ളം വരും. പക്ഷേ ഈ സമയത്ത് മഴ പെയ്ത് ചോർന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ആ പാറയുടെ മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. നമുക്ക് ആ സൗണ്ടൊക്കെ അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ നെല്ലിയാമ്പതിയിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഒരു സ്പോട്ടിൽ നിന്ന് ഒരു സ്പോട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. എന്ന് വെച്ചാൽ ട്രാവലിംഗ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാക്സിമം നെല്ലിയാമ്പതി എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പാകത്തിന് വരിക കേട്ടോ. പിന്നെ ഈ സൈഡിലൊക്കെ കല്ല് വീണ് കിടക്കുന്നത് കണ്ടില്ല. നമ്മൾ എന്താ പറയുക, പ്രളയം വന്ന സമയത്ത് ഉരുൾപൊട്ടിയില്ല, ആ സമയത്ത് വീണ കല്ലുകളൊക്കെയാണ് കേട്ടോ അത്. പിന്നെ പോണ വഴിക്ക് നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ഒരേ ഒരു കുരങ്ങനെയാണ്, അത് സിംഹവാലൻ കുരങ്ങനെയാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ പോണ വഴിക്ക് ഇതുപോലെ കുറേ സ്പോട്ടൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് വേണമെങ്കിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ ഞങ്ങൾ താഴത്തൊന്നും വണ്ടി നിർത്തിയിട്ടില്ല, ഞങ്ങൾ മുകളിൽ പോയിട്ടാട്ടോ വണ്ടി നിർത്തിയിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് അത്ര വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. മുകളിൽ പോയാൽ നല്ല അടിപൊളി വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ഫുൾ മലനിരകളും എല്ലാം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ സിംഹവാലൻ കുരങ്ങതായി മൂപ്പരാണ്. അയാൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പേനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത്, കൂടെ വേറെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ മൂപ്പര് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ പോണവരൊക്കെ അതുപോലെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. സാധാരണ ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ സ്ഥാനത്ത് നമ്മൾ നിറയെ സാധാ കുരങ്ങന്മാരെയാണ് കാണാറ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. 1-2 ഒക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. എവിടെ പോയെന്നറിയില്ല.
പിന്നെ ഇപ്രാവശ്യത്തെ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആനയെ കണ്ടു. ഇതുവരെ നമ്മൾ ന്യൂസിലൊക്കെ കാണുക എന്നല്ലാതെ ഞങ്ങൾ പോയിട്ട് ഇതുവരെ നേരിട്ട് ആനയെ കണ്ടിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതി പോയിട്ട് നേരിട്ട് ആനയെ കാണുന്നത്. ആന മാത്രമല്ല, ആനയുടെ കുട്ടിയെയും കണ്ടു കേട്ടോ. പിന്നെ ഇതാണ് അവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് കുത്തി ഒഴുകി വെള്ളം വരും. അത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാരണം മഴ വരുന്ന സമയത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒരിക്കൽ പോയിട്ടുണ്ട്, അത് കല്യാണം കഴിഞ്ഞ സമയത്ത്. അത് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്തായിരുന്നു, നല്ല ഹെവി റെയിനായിരുന്നു. അപ്പം പിന്നെ വെള്ളച്ചാട്ടം നോക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മുകളിലെത്തണം. നമ്മളെന്താ പറയുക, കുറേ വളവും തിരിവൊക്കെയാണ്. അങ്ങനെയാട്ടോ നമ്മൾ മുകളിലെത്തുക. അവസാനം നമ്മൾ എത്തുന്ന ഈ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അത്. ഈ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോത്തുണ്ടി ഡാമും എല്ലാം കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഏകദേശം ഇടയ്ക്കൊക്കെ ആന ഇറങ്ങാറുണ്ട്. പേപ്പറിൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ അധികം കാണിക്കാറ്, ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സീസണല്ലേ, ആനകൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. ഇതുവരെ ആരെയും ഉപദ്രവിച്ചതായിട്ടൊന്നും ഞാൻ എൻ്റെ അറിവിൽ കേട്ടിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഞങ്ങൾ കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. അത് റോഡിലേക്കൊന്നും വന്നിട്ടില്ല, കാട്ടിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറേ ട്രിപ്പിന് വന്ന പിള്ളേർ അതാ കാട്ടുപോത്ത് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ സമയത്താണ് ഞങ്ങളും കാട്ടുപോത്തിനെ കണ്ടത് കേട്ടോ. കാട്ടുപോത്തിനെ കാണാൻ നമ്മൾ നാട്ടിലെ പോത്ത് പോലെ അല്ലല്ലോ, അതൊരു കുറച്ച് വെറൈറ്റി തന്നെയല്ലേ. അപ്പം ഞങ്ങൾ മസനഗുഡി പോയ സമയത്ത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമായിട്ടോ ട്രിപ്പ്. കാരണം എപ്പോഴും വീട്ടിൽ തന്നെ അടച്ചിരിക്കില്ലേ, ഇങ്ങനെ അങ്കനവാടി പിന്നെ കഴിഞ്ഞാൽ വീട്. ഇപ്പോൾ പുറത്ത് മഴ ആയതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ അവന് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമായി. അവനൊരേ ഓട്ടവും കളിയും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴും വീട്ടിലിങ്ങനെ അടച്ചിരിക്കാതെ എവിടെയെങ്കിലൊക്കെ ഒരു നമ്മൾ ചെറിയ സമയം കിട്ടുന്ന സമയത്തൊന്ന് ട്രിപ്പ് പോകുന്നത് വളരെ നല്ല കാര്യം കേട്ടോ. വൺ ഡേ ആയിട്ട് പോയാൽ മതി. നമ്മളെ നാട്ടിൽ തന്നെ കുറേ സ്ഥലങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കാട്ടുപോത്ത്. നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതിന് മൂപ്പര് താഴെ നിന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ളവർ കൂടെ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ജംഗ്ഷനാണ് കേട്ടോ എത്തുക. ഈ ജംഗ്ഷനിൽ തന്നെ ആരോ മാപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടേക്കാണോ പോകേണ്ടത് അതിനനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പം തന്നെ എവിടെ പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആ ട്രാവലിംഗ് എളുപ്പമായിരിക്കും കേട്ടോ. എന്തൊക്കെ വേണം, എന്തൊക്കെ കരുതണം എന്നൊക്കെ ഒന്ന് ആദ്യം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വഹിക്കുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്കുണ്ടായാൽ നമ്മൾ ആ ട്രിപ്പിൻ്റെ മൂഡേ അത് കൊണ്ട് കളയട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എവിടെയും ട്രിപ്പ് പോകുമ്പോൾ പോവാട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ താഴെ കുറേ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ താഴെ നിങ്ങൾ റിസോർട്ട് എടുക്കണ്ട, നിങ്ങൾ മുകളിൽ പോയിട്ട് തന്നെ റിസോർട്ട് എടുക്കുക. മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അധികം വലിയ റിസോർട്ട് കാണില്ലെങ്കിലും നമുക്ക് റോഡ് സൈഡിൽ തന്നെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോകുന്ന സമയത്ത് മറ്റേ ഓറഞ്ച് ഫാമിൻ്റെ അടുത്തായിട്ട് കുറേ കുഞ്ഞു റിസോർട്ടുകളുണ്ട്. അവിടെയെന്ന് പറയുമ്പോൾ ചെറിയ റോഡ് സൈഡിലെ റൂമുകളാണ്. പക്ഷേ റൂമൊക്കെ നല്ല സേഫ് റൂമാണ്, നല്ല വൃത്തിയും നീറ്റുമാണ്. ഞങ്ങൾ പോകുമ്പോൾ അവിടെയാണ് എടുക്കുക കേട്ടോ റൂം. അതാകുമ്പോൾ നിങ്ങൾക്ക് രാവിലെ തന്നെ ട്രക്കിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. അവരെന്നെ നമ്മളെ വന്നിട്ട് ആ റൂമുകാർ തന്നെ ഒന്നേ ട്രക്കിങ് അറേഞ്ച് ചെയ്തു തരും, അല്ലെങ്കിൽ അവിടെ തന്നെ ട്രക്കിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവും, അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ട്രക്കിങ് മാക്സിമം രാവിലെ പോകുന്നതാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക കേട്ടോ, കോടയൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഓറഞ്ച് ഫാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ കുറേ ജീപ്പുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇതൊക്കെ ട്രക്കിങ്ങിൻ്റെ ആൾക്കാരാണ്. ട്രക്കിങ് പോവാ പറഞ്ഞ് അവർ നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളൊരു സ്റ്റേ ചെയ്യാൻ വരുന്നവർ മാക്സിമം രാവിലെ പോകാൻ നോക്കുക കേട്ടോ. നമ്മൾ ഈ ഓറഞ്ച് ഫാമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസാണ്. പിന്നെ നമ്മൾ അവർ നോക്കേണ്ട ആവശ്യമില്ല, അവർ അങ്ങനെയും ഓടിപ്പോയിക്കോളും. ഞങ്ങൾ പോകുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം എൻ്റെ മകനെ എൻജോയ് ചെയ്യാൻ പറ്റി. അവനെ കുറേ ഓടിക്കളിച്ചു കേട്ടോ. അതിൽ ഇതാ ഇങ്ങനെ ടിക്കറ്റ് നിരക്കൊക്കെ എഴുതിയിട്ടുണ്ട്. 25 രൂപയാണ് കേട്ടോ നമുക്ക് വലിയവർക്ക് വരുന്നത്. അതുപോലെ കുട്ടിക്ക് 5 വയസ്സിന് താഴെയാണെങ്കിൽ കുട്ടികൾക്ക് പൈസ വേണ്ട. എന്നിട്ട് നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് അവിടുത്തെ സ്ക്വാഷ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പം മെയിനായിട്ട് ഞാൻ നെല്ലിയാമ്പതി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങുക പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവിടെ അതിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയാണ്. എന്നാൽ നമുക്ക് പുറത്താകുമ്പോൾ 210 220 ആ റേഞ്ചിൽ വില കൂടും കേട്ടോ. പക്ഷേ അവിടെ നിന്നാകുമ്പോൾ നമുക്ക് നല്ല ഒറിജിനൽ സാധനം കിട്ടും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കും എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ വെക്കണമെന്ന് വീട്ടിൽ. ഇവിടെ വീട്ടിൽ തൈ അടുത്തൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് വിചാരിക്കുമ്പോൾ കുഞ്ഞു കായായിരിക്കും അതിലുണ്ടാവും. പക്ഷേ നമ്മൾ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വലിയ കായുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് മിസ്സാക്കിയില്ല. അവിടെ നിന്ന് തൈയും വാങ്ങിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. എൻ്റെ മകൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഇതിലൊക്കെ ഓടിക്കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിനി ഓറഞ്ച് ഫാമിൻ്റെ അകത്തുള്ള കുറേ കാഴ്ചകൾ കണ്ടാലോ. ഇതാ ഇവിടെ നട്ട് വെച്ചിരിക്കുന്നത് മുളക് ചെടിയാണ് കേട്ടോ. ഇവർക്ക് ഇവിടെ തന്നെ ഇവർ വിളവെടുത്തിട്ട് ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുള്ള സമയത്ത് പയറും അതുപോലെ പച്ചമുളക് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ നേച്ചുറലായിട്ട് എന്താ പറയുക നമ്മൾ രാസവളമൊന്നും ചേർക്കാതെ കൃഷി ചെയ്ത് ഇവരിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് വിറ്റ് പോവുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾ അങ്ങനെ വാങ്ങിയില്ല, കാരണം ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കുറേ പൂക്കൾ കാണാൻ പറ്റും. ഇവിടുത്തെ പൂക്കൾ എന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ റോസാപ്പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ചെമ്പരത്തി പോലെ വലിയ റോസാപ്പൂ ആട്ടോ അവരോട് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല
രസമാണ്. ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ പോയ സമയത്ത് മഴയും വെയിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, ഞങ്ങൾ പോയ സമയത്തുള്ള ക്ലൈമറ്റ് അടിപൊളി ആയതുകൊണ്ട് നമുക്ക് ആ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ വെറുതെ ഓരോ പോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു നേരെ വലിയൊരു പൂ കണ്ടപ്പോൾ ഞാൻ ചാന്നതാ ഫോൺ താ ഞാൻ അതൊന്ന് ഫോട്ടോ എടുക്കട്ടെ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഈ റോസാപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൈ അവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അത് പൂക്കളാണെങ്കിലും അതുപോലെ ഈ ഫ്രൂട്ടാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മളെ ബൊക്ക പോലെ ഉണ്ടായി വരുന്ന ഈ റോസാപ്പൂവിൻ്റെ ചെടി എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ റോസ് ഞാൻ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് കളറിലുള്ള ബൊക്ക പോലെ വരുന്നത്. അത് പിങ്ക് റോസും റെഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ സ്റ്റോക്ക് ഔട്ടായി. അതൊക്കെ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് വാങ്ങിയിട്ട് പോകും പറഞ്ഞു. അപ്പോൾ പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്തോ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം കിട്ടിയാൽ മതിയായിരുന്നു. ഇവനിപ്പം എൻ്റെ കയ്യിൽ നിന്ന് വീഴ്ച നടക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ഒരേ ഓട്ടമാണ്. ഞാൻ ഏട്ടനോട് ഫോട്ടോ എൻ്റെ ഒരു വീഡിയോ എടുക്കുമോ ചോദിച്ച സമയത്ത് എൻ്റെ കൈ പിടിക്കാൻ വന്നതാണ്, ആ വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആൾ ഒട്ടും തന്നെ കൈ പിടിച്ച് നടക്കാനായിക്കില്ല. ഇപ്പം തന്നെ കണ്ടില്ല, ഒരേ ഓട്ടം ഓടി അങ്ങനെയും ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പൂവൊക്കെ നമ്മൾ എവിടെയും എല്ലാവിടെയും കാണുന്നതാണ്, വീടുകളിലൊക്കെ കാണുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കമ്പി വെച്ച് ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഓടപ്പൂല്ലേ, മഞ്ഞ ഓടപ്പൂ, ഇവിടെ അങ്ങനെയാട്ടോ പറയാം, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഓടപ്പൂ ഇതുപോലെ ചെയ്ത് കൊടുത്താട്ടോ. അത് നല്ല ഭംഗിയിലായി വന്നിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാമ്പയ്ക്കാണ്, വെള്ള ചാമ്പയ്ക്കാണ് കേട്ടോ. അത് നിലത്ത് കുറേ വീണ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, നിലത്ത് കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് അവർ പറിക്കാൻ അലൗഡ് അല്ല. പിന്നെ നമ്മൾ റെഡ് ചാമ്പയ്ക്ക അവിടെ ഉണ്ട്. അതുപോലെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ചാമ്പയ്ക്ക ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ പറിക്കാനൊന്നും അലൗഡ് അല്ല, കാരണം അവർ വേലി കെട്ടി വെച്ചിട്ടുണ്ട്. അവർ നല്ലപോലെ നീറ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ അവർ തോട്ടം കുറേ പേര് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ ഉണ്ടായി വരുന്ന ചെറിയ ഓറഞ്ചാണ് കേട്ടോ, ആയിട്ടില്ല, ചെറിയ ഓറഞ്ചാണ്. നമ്മൾ ഓറഞ്ച് ഫാം എന്ന് പേരുണ്ടെങ്കിലും അധികം ഓറഞ്ച് ഒന്നും അല്ല കേട്ടോ അവിടെ കാണുക. ഞാൻ അധികം അവിടെ കണ്ടിട്ടുള്ളത് പാഷൻ ഫ്രൂട്ടാണ്. അവർക്ക് അതിൽ തന്നെ നല്ല ലാഭം കിട്ടുന്നുണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട് എന്നാൽ കുറേ പേര് അവിടെ സെയിൽ ചെയ്ത് വാങ്ങുന്നുണ്ട്. പക്ഷേ പാഷൻ ഫ്രൂട്ട് പഴുത്തത് അവർ അങ്ങനെ സെയിൽ ചെയ്യല്ല ചെയ്യുന്നത്. അതിൻ്റെ സ്കോഷായിട്ട് അങ്ങനെ ജാമായിട്ട് അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി, ഈ ഒരു ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു ഇത് അരിനെല്ലിക്കാണ്, പക്ഷേ സംഭവം അതല്ല. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രൂട്ട്, അതിൻ്റെ പേരും എനിക്കറിയില്ല. പക്ഷേ ഞാനത് കഴിച്ച് നോക്കിയിട്ടാണ്. അത് അവർ കാണാതെ കഴിക്കണം. നമ്മളൊരു കാണെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈന് വരും. ഒന്ന് നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ വീണതാണ്. അപ്പോൾ ഞാനിതെടുത്ത് കഴിച്ച് നോക്കിയ സമയത്ത് ഒരു ചെറിയ പുളി. പിന്നെ ഞാൻ ഒരു തമിഴ് വീഡിയോ കണ്ട സമയത്ത് അതിലും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫ്രൂട്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ പേരയ്ക്കയാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നു ഇത് ടിഷ്യൂ ചെയ്ത് വെക്കില്ല, നമ്മൾ വേറൊരു തണ്ടിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ എന്തോ ചെയ്ത് വെച്ചാൽ തോന്നും. ആ മരത്തിൻ്റെയും പിന്നെ മറ്റുള്ള മരങ്ങളിലൊക്കെ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ കുറേ പൂവും ഉണ്ടായിട്ടുണ്ട്. വേറെ ടൈപ്പ് പേരയ്ക്കാട്ടോ, ഇത് വലിയ പേരയ്ക്കാണ്. ആ കുറേ മരങ്ങളിൽ ഇതുപോലെ വലിയ വലിയ പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനത് കണ്ടു നോക്കി കൊതിവിട്ട് വരാനേ എനിക്ക് പറ്റിയുള്ളൂ. കാരണം നമുക്ക് വലിക്കാനൊന്നും പറ്റില്ല, അലൗഡ് അല്ല. പിന്നെ അപ്പം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് മാക്സിമം വീഡിയോ എടുക്കാൻ വരെ പറ്റിയത് കേട്ടോ. പിന്നെ ഇതാ അതുപോലെ ട്രീ ഹൗസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ആവശ്യത്തിൽ ഞാൻ പോയി ചാടി കയറി. പക്ഷേ മുകളിലേക്ക് എത്തുമ്പോൾ ഇതുപോലത്തെ സ്റ്റെപ്പല്ല, കുഞ്ഞ് സ്റ്റെപ്പാണ്. അപ്പോൾ മോനെ വെച്ച് എന്തായാലും കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ മാത്രം അതിന് മുകളിൽ കയറി ഫുൾ നോക്കിയിട്ട്. പ്രത്യേകിച്ച് കാണുന്നില്ല, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഏറുമാടം പോലെ അവർ കെട്ടി വെക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇങ്ങനെയാണ് കാണാൻ. പിന്നെ ഇറങ്ങുമ്പോൾ അതാ ഇങ്ങനെയാണ്. മോൻ അപ്പുറത്തേക്ക് കയറണം പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ അവിടെ നിന്ന് വേഗം ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വേറെ ഒരു തരം ചാമ്പയാണേ. ഇത് പാകമായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ള ചാമ്പയാണ് തോന്നുന്നു. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ആ റെഡ് കളർ ചാമ്പേൻ്റെ അത്ര വരില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് ഇതാ ഇതേപോലെ സൂര്യകാന്തി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ അവർ സെയിൽ ചെയ്യാൻ എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ആകെ കുറച്ച് സൂര്യകാന്തി ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും അത്രമാത്രം ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് നമ്മളവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. കുറേ ടൈപ്സ് ലില്ലിപ്പൂക്കൾ, അതുപോലെ കുറേ ഫ്രൂട്ട്സിൻ്റെത്, അത് പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനിതൊന്നും അധികം നോക്കാൻ നിന്നിട്ടില്ല. ഞാൻ ആദ്യം എനിക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ട്. ഞാൻ അതിലേക്ക് നേരെ പോയി 3 പാഷൻ ഫ്രൂട്ട് ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൂക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്. ഈ പാഷൻ ഫ്രൂട്ടിന് അവിടെ റേറ്റ് വരുന്നത് 18 രൂപ കേട്ടോ ഒരു ചെടിക്ക്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും 18 രൂപ. അപ്പോൾ 3 എണ്ണം 18 രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ പിന്നെ പൂക്കളെ കാര്യങ്ങളൊക്കെ നോക്കി ഏതൊക്കെ പൂക്കളുള്ളതെന്ന്. പക്ഷേ എനിക്കവിടെ ഒരു റെഡ് കളർ ഇങ്ങനെ ബൊക്ക പോലെ വരുന്ന റോസ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ സെയിൽ ഇല്ല, അത് എന്താണ് സോൾഡ് ഔട്ട് ആയി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ എല്ലാം കൂടെ വാങ്ങിയാൽ നമുക്ക് ട്രാവലിങ്ങും ബുദ്ധിമുട്ടാണ്. ബൈക്കിൽ എല്ലാം കൂടെ വെച്ച് കൊണ്ടുപോകണ്ടേ, എങ്ങാനും മഴ പെയ്താൽ അത് മതി പെട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്ത്. ഇതൊക്കെ അവരിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കളാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റും വൃത്തിയുണ്ട്. ഇപ്പോഴും അവരവിടെ വർക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ മലബാർ
ഫുഡ് കിട്ടുന്നൊരു ഹോട്ടൽ പറഞ്ഞപ്പോൾ അവിടെ കയറി. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ അതൊരു വേറെ വൈബാണ്. നമുക്ക് ആ മലനിരകളിൽ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുക. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോൾ കഴിക്കുകയാണെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് അവിടെ ഇടരുത്. കാരണം കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങളത് മാക്സിമം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ മലബാർ ഹോട്ടലിൽ നിന്ന് ആ ഒരു ബിരിയാണി വാങ്ങി കഴിച്ചു. കുഴപ്പമില്ലാതെ ഒരു ആവറേജ് ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. മലബാർ ഫുഡ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് ഇതായി കാപ്പി തേയില തോട്ടങ്ങളിൽ കുറേ ചേച്ചിമാർ തേയില നുള്ളുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആ തേയില ഫുള്ള് അവർ മെഷീൻ വെച്ച് കട്ട് ചെയ്യും. പിന്നെ ഈ മഴയത്ത് തെഴുത്ത് വരിക ചെയ്യുക. പിന്നെ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതാ ഇതുപോലെ പോയിട്ട് നമ്മളെ വണ്ടി നമ്പറും പേരും ഫോൺ നമ്പറും പറഞ്ഞിട്ട് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം ആ ഒരു ബുക്കിൽ കിട്ടുക. സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല, സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പോപ്സ് ഹോട്ടലെറ്റ് ഇല്ലേ, അവിടെ നിന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചായ കിട്ടും. ഇവിടുത്തെ തേയില കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അടിപൊളി ചായയാണ് കേട്ടോ. പക്ഷേ ആദ്യമൊക്കെ ആയിരുന്നു അടിപൊളി, ഇപ്പം അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിച്ചപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ ഇവിടെ നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ മിൽമയുടെ പേടയില്ലേ, മിൽമയുടെ പേടയാണ് അറിയില്ല, ഇവരെന്നെ ഉണ്ടാക്കുന്ന പേടയാണ് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഒരു ബോക്സിൽ വെറും 5 എണ്ണം, ചെറിയ വെറും 5 എണ്ണം, പക്ഷേ 140 രൂപ വില പറഞ്ഞു. അവർ എന്തത്ര പെട്ടെന്ന് വില കൂട്ടിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സെയിൽ കൂടുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങളത് വാങ്ങിയില്ല കേട്ടോ. നമ്മൾ ചായ മാത്രം വാങ്ങി. അത് കഴിഞ്ഞിട്ട് മകൻ ഐസ്ക്രീം വേണം പറഞ്ഞ് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത്. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റിൽ പിസ്തയുടെ ഐസ്ക്രീമാണ്. പക്ഷേ അവൻ കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ തന്നെ കഴിച്ചു. പക്ഷേ അടിപൊളി ടേസ്റ്റ്, നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയും കൊണ്ടല്ല പോവുക. പിന്നെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ നടന്ന് പോകാട്ടോ ചെയ്യുക. ഈ കാപ്പിത്തോട്ടങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുവ് കൂടെ ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യൂ പോയിന്റിലെത്തും. വ്യൂ പോയിന്റിൽ പണ്ട് നമുക്ക് കുറേ ദൂരം വരെ വ്യൂ പോയിന്റ് നടന്നു പോകാൻ പറ്റുമായിരുന്നു. പിന്നെ ഈയിടെ 2 വർഷം മുന്നേ ആണ് തോന്നുന്നു ഒരാൾ മരിച്ചു അവിടെ. അപ്പം മരിച്ച ശേഷം വീണിട്ട് മരിക്കുകയെന്തോ ചെയ്തു സെൽഫി എടുക്കാൻ പോയ സമയത്ത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഫുൾ അവിടെ കെട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഫുൾ കമ്പിവേലി വെച്ച് കെട്ടി. അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മുന്നേ പോയ സമയത്ത് അങ്ങേ അറ്റം വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ശേഷം പിന്നെ അവിടെ ഫുൾ കമ്പിവേലി വെച്ച് കെട്ടി. ഇവിടുന്ന് കാണാൻ വ്യൂ അടിപൊളിയാണ് കേട്ടോ. നോക്കുന്ന സമയത്ത് നമുക്ക് പോത്തുണ്ടി ഡാമൊക്കെ ചെറിയ രീതിയിൽ കാണാം. പിന്നെ ഈ ഒരു മരം, അത് നമ്മുടെ നെല്ലിയാമ്പതിയിലെ ഹൈലൈറ്റ് മരമാണ്. ഈ മരം കണ്ട പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് നമ്മുടെ നെല്ലിയാമ്പതിയാണ് കേട്ടോ. മുകളിൽ തന്നെ എത്തിയത് കൊണ്ട് തന്നെ നല്ല അടിപൊളി കാറ്റുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്. അവിടെ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കും. പക്ഷേ കുട്ടി മക്കളെയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ ഇരിക്കില്ല, നമ്മൾ ഓടുകയായിരിക്കും ചെയ്യുക. കണ്ടില്ല, എൻ്റെ മകൻ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ പിടിക്കണം. ഫുള്ള് കല്ലൊക്കെ ആയതുകൊണ്ട് വീണാൽ എന്തെങ്കിലും പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അത് പറ്റുന്ന കാര്യമാണ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലൊക്കെ വന്ന് പോകാമെന്നല്ലാതെ ഇവിടെ താമസിക്കുന്നവർ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് മെഡിക്കൽ സൗകര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങനത്തെ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് കിട്ടുക. പിന്നെ നമ്മളിതുപോലെ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്ന് ഈ മരിച്ച സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ മകൻ നിൽക്കുന്ന അങ്ങോട്ട് നിങ്ങൾ പുല്ല് കണ്ടില്ലേ, അവിടെ ഒന്നും ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അവിടം വരെ പോയി നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് പോയി നിന്ന സമയത്താണ് ആൾ വീണ് മരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുള്ളത്. പിന്നെ നോ സ്മോക്കിങ്, അങ്ങനെ ഫുഡ് ഒന്നും പറ്റില്ല. ഇവരവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ലിക്കർ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൈ കൊണ്ടുവരികയാണെങ്കിൽ മാക്സിമം ഒന്നും കൊണ്ടുവരാതിരിക്കുക, കാരണം ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ താഴത്തിറങ്ങി കുറേ അവിടെ ഇരുന്ന് അവിടെ ഞങ്ങൾ ബട്ടർ ഫ്രൂട്ട് ഷേക്ക് വാങ്ങി കുടിച്ചു കേട്ടോ. നമ്മുടെ അവക്കാഡോ ഇല്ലേ, അതിൻ്റെ ഷേക്കാണ് ഇട്ടത്. അതും വാങ്ങി ഒരു മാംഗോ ജ്യൂസും കുടിച്ചു. മാംഗോ ജ്യൂസ് എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല, പച്ചമാങ്ങയുടെ മാംഗോ ജ്യൂസാണ്. പക്ഷേ എനിക്കെന്തോ പുളിപ്പ് അങ്ങോട്ട് പറ്റിയില്ല. അതൊക്കെ കുടിച്ച് ഞങ്ങൾ തേയിലത്തോട്ടം നടുവ് പോയി ഞാൻ കുറേ പോസൊക്കെ കാണിച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് വാങ്ങാൻ പോയി. നമ്മൾ ആ ഓറഞ്ച് ഫാമിൻ്റെ അകത്ത് പാഷൻ ഫ്രൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിയിൽ കടകളിൽ കിട്ടും കേട്ടോ. അതേ റേറ്റ് തന്നെ അതന്നെ കിട്ടും. അവരവരെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഈ ചോക്ലേറ്റോ കാര്യങ്ങളൊക്കെ അവർ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു പേരക്കയുടെ സ്ക്വാഷും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷും വാങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്കാണ് ആനേനെ കണ്ടിട്ടുള്ളത്. ആനേനെ കാണുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. ഓരോരുത്തർ വണ്ടി നിർത്തി നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ പോയി നോക്കിയ സമയത്ത് നമ്മുടെ ആന, അത് നമ്മൾ പിടിയാനയാണ് കേട്ടോ. കൂടെ കുട്ടിയുണ്ട്. കൊമ്പനൊക്കെ അടുത്തുണ്ടോയെന്ന് അറിയില്ല. കണ്ടപ്പോൾ ഞാൻ ഒരു കൗതുകത്തിൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചില്ല വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് വേഗം അവിടെ നിന്ന് വന്നു. കാരണം ആനയാണ്, എപ്പോഴാണ് സ്വഭാവം മാറുക എന്താ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് കുട്ടിയും കൂടെ ഉള്ളതല്ലേ, കുറേ പേര് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ കുട്ടിയുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് വയലൻ്റ് ആയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലമല്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കോടയൊക്കെ നന്നായി ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾ 5:30 ആയിട്ടാണ് ഈ സമയത്ത് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് നല്ല ബ്ലറായി തോന്നുന്നുണ്ടെങ്കിൽ അത് കോട ഇറങ്ങി വരുന്നതാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, ചെവിയൊക്കെ നല്ലപോലെ അടഞ്ഞിട്ടുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ല, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കഴിഞ്ഞ ചൂടുകാലത്താണ് കുറേ പേര് വീടുകളിൽ ഫാൻ വെച്ചതെന്നൊക്കെ പത്രത്തിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചൂടായിട്ട്. അല്ലെങ്കിലൊക്കെ രാത്രി സമയത്ത് ഇവിടെ ഹോട്ടൽ മുറികളിലൊക്കെ ഫാൻ മാത്രം ഉണ്ടാവുക, AC കാര്യങ്ങളൊന്നും, പിന്നെ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തൊന്നും AC കാര്യങ്ങളൊന്നും വെക്കില്ലല്ലോ അല്ലേ. അപ്പം നിങ്ങൾ ഇവിടെ
ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കാണുക. അതുപോലെ കാണാൻ വരുന്നവർ ഒരു 2 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ പാകത്തിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രക്കിംഗ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോകാം. പിന്നെ ഈ ട്രക്കിംഗ് എക്സ്പീരിയൻസ് പറയുന്നത് അത് എൻജോയ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ്. ഞങ്ങൾ 2 തവണ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അപ്പോൾ ടാറ്റാ.